പഞ്ചാബിലെ ഫിറോസ്പൂരിൽ അബദ്ധത്തിൽ അതിർത്തി കടന്ന ഇന്ത്യൻ BSF ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു. BSF കോൺസ്റ്റബിൾ PK സിംഗ് ആണ് പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായത്. ജവാനെ തിരികെ എത്തിക്കാനുള്ള ചർച്ച ആരംഭിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ബന്ധം വഷളായിരിക്കുന്നതിനിടെയാണ് പാകിസ്ഥാന്റെ നടപടി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, അബദ്ധത്തിൽ അതിർത്തി കടന്ന ഒരു BSF ജവാനാണ്. ഇപ്പോൾ എന്താണ് വിദേശകാര്യ മന്ത്രാലയ, പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്? ബിനിൽ, ഇന്ന് വൈകിട്ടോടെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. പാകിസ്ഥാനാണ് ഇദ്ദേഹത്തിൻ്റെ പേരും വിവരങ്ങളും ചിത്രങ്ങളും പുറത്തുവിടുന്നത്. ഇദ്ദേഹം പഞ്ചാബിലെ ഫിറോസ്പൂരിലെ അതിർത്തിയിൽ BSF പട്രോളിംഗ് നടത്തുകയായിരുന്നു. കർഷകർക്കൊപ്പമാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം നമുക്കറിയാവുന്നതാണ്. കർഷകരും അവർക്കൊപ്പം പട്രോളിംഗ് നടത്തുന്ന BSF സൈനികരെയൊക്കെ നമ്മൾ പലപ്പോഴും ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. സമാനമായ സാഹചര്യത്തിലാണ് ഇദ്ദേഹവും ഈ കർഷകർക്കൊപ്പം പട്രോളിങ്ങിനുണ്ടായിരുന്നത്. പക്ഷേ പട്രോളിങ്ങിനിടെ അബദ്ധത്തിൽ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് കടക്കുകയായിരുന്നു. ഉടൻ തന്നെ പാകിസ്ഥാൻ്റെ റേഞ്ചേഴ്സ്, അതായത് പാക് സൈന്യം അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു. PK സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൊൽക്കത്തയിലെ ഹൂഗ്ലിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഏതാണ്ട് 17 വർഷമായി BSFൽ ജോലി ചെയ്യുന്നു. പക്ഷേ ഇന്ന് വളരെ അവിചാരിതമായ അബദ്ധത്തിൽ അദ്ദേഹം അതിർത്തി കടന്ന് പാക് സൈന്യത്തിൻ്റെ പിടിയിലാകുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം വളരെ അസാധാരണമാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ അതിർത്തി കടന്ന് കർഷകരും പശുക്കളും അല്ലെങ്കിൽ ആളുകളും സൈനികരും ഒക്കെ അതിർത്തി കടന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നത് വളരെ സാധാരണമായ ഒരു സംഗതിയാണ്. അതിനുശേഷം ഇരു രാജ്യങ്ങളുടെയും BSFൻ്റെ കമാൻഡർമാർ തമ്മിൽ ഫ്ലാഗ് മീറ്റിംഗ് നടത്തി ചർച്ച നടത്തി അവരെ തിരിച്ച് മാതൃരാജ്യത്തേക്ക് കൊണ്ടുവരുന്നൊരു പതിവുമുണ്ട്. അത് സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ് അതിർത്തിയിൽ, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊരു അസാധാരണമായ അന്തരീക്ഷം ഇരു രാജ്യങ്ങൾക്കിടയിൽ നിൽക്കുന്നു. അസാധാരണമായ സൈനിക അന്തരീക്ഷം നിൽക്കുന്നു. അസാധാരണമായ ഒരു നയതന്ത്ര ബന്ധം വഷളായി നിൽക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു. അത് മാത്രമല്ല, സൈനിക തലത്തിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഒരു നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ. അത് മാത്രമല്ല, പാകിസ്ഥാൻ വിശേഷം ഇതേ അതിർത്തിയിൽ, പഞ്ചാബ് അതിർത്തിയിൽ തന്നെയാണ് പാകിസ്ഥാൻ കറാച്ചിയിൽ നിന്ന് മിസൈൽ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നത്. പാകിസ്ഥാൻ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ തൊട്ടു താഴെ ഗുജറാത്ത് അതിർത്തിയിൽ ഇന്ത്യ മിസൈൽ പരീക്ഷണത്തിന് ബദലായി പാകിസ്ഥാൻ്റെ മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ മിസൈൽ വേദ പടക്കപ്പൽ ഇന്ത്യ റെഡിയാക്കിയിരിക്കുന്നു. ആ മിസൈൽ വേദ പടക്കപ്പലിൽ നിന്ന് മിസൈൽ പരീക്ഷണവും ഇന്ത്യ നടത്തുന്നു. ആ പരീക്ഷണം വിജയകരമാണെന്ന് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം വഷളാകുന്നു, സൈനിക ബന്ധം വഷളാകുന്നു. ആ ഒരു അന്തരീക്ഷത്തിലാണ് ഈ PK സിംഗ് അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നതും പിടിക്കപ്പെടുന്നതും. ഇനി നടക്കേണ്ടത് സൈനിക തലത്തിലുള്ള ചർച്ചകളാണ് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ. സ്വാഭാവികമായി ആ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ എന്താവും ചർച്ചകളുടെ ഒരു ഫലം എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പോലും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യവും BSFും പ്രതീക്ഷിക്കുന്നത്. ബിനിൽ.